ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ മാറിയ ഇംഗ്ലീഷ് മീഡിയം ബയോളജി ടെക്സ്റ്റ് ബുക്ക് 9ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈഫ് പ്രോസസ്സ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് നമ്മുടെ ഭൂമിയിലെ കെമിക്കൽ റവല്യൂഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇന്ന് കാണുന്ന മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളെല്ലാം ഉണ്ടായത് അല്ലേ. അപ്പോൾ അന്ന് ഒരു ജീവൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് മുതൽ തുടങ്ങി ഇന്ന് നമ്മളെത്തി ചേർന്ന് നിൽക്കുന്ന സ്വന്തമായിട്ട് ലാബിൽ ഒരു ജീവൻ തന്നെ സൃഷ്ടിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ സയൻസ് വളർന്നു. അപ്പോൾ ആദ്യമായിട്ട് ലാബിൽ ഒരു കൃത്രിമമായിട്ടൊരു ജീവനെ സൃഷ്ടിക്കുന്നത് വരെ എത്തി മനുഷ്യൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് കേംബ്രിഡ്ജിലെ കുറച്ച് ഗവേഷകർ ലാബിൽ ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത് കേട്ടോ. ഈ ഈക്കോളി ബാക്ടീരിയ എന്ന് പറയുന്നത് മണ്ണിലും നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കുടലിലും ഒക്കെ കാണപ്പെടുന്നതാണ്. ഈ ഈക്കോളി ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ ഞാൻ പറയുന്നത്, നമ്മുടെ കിണറ്റിലേക്ക് വെള്ളം എന്ത് ചെയ്യും, കുടിവെള്ളം ശുദ്ധമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ഈക്കോളി ബാക്ടീരിയയുടെ അളവ് കൂടുതലാണെങ്കിൽ അത് മലിനമാണ് കേട്ടോ. അപ്പോൾ എന്താണ്, അത് പ്രോപ്പറായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നീട് അത് യൂസ് ചെയ്യുള്ളൂ. ബ്ലീച്ചിങ് പൗഡറൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡൈല്യൂട്ട് ചെയ്ത് അത് അരിച്ചെടുത്തിട്ടൊക്കെ നമ്മളിടയ്ക്ക് ഇപ്പം മഴ സീസൺ വരുന്നതിന് മുമ്പ് നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് അത് ചെയ്യാറില്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈക്കോളൈ ബാക്ടീരിയ പറഞ്ഞപ്പോൾ അതുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ലാബിൽ കണ്ടെത്തിയ ഒരു കൃത്രിമ ജീവൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഈക്കോളൈ ബാക്ടീരിയ ആണ് കേട്ടോ. കേംബ്രിഡ്ജിൽ ഒരു ടീം ഓഫ് റിസർച്ചേഴ്സാണ് എന്ത് ചെയ്ത് ഈക്കോളൈ ബാക്ടീരിയ കണ്ടെത്തിയത്. ഇനിയും സയൻസ് ഓഫ് ലൈഫ്, ജീവൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ജീവനുള്ള വസ്തുക്കൾക്ക് മൂവ്മെൻ്റ് ഉണ്ട്, റെസ്പോൺസ് ഉണ്ട്, റെസ്പിറേഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ. ജീവനുള്ള വസ്തുക്കൾ ചലിക്കും, അതുപോലെ തന്നെ പ്രതികരിക്കും, അവർക്ക് ബ്രീത്തിങ്, റെസ്പിറേഷൻ ഉണ്ട്, വളർച്ചയുണ്ട്, അടുത്ത തലമുറയെ അവർ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ ജീവൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ജീവിയുടെ അടിസ്ഥാന ഘടകം, അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ക്ലാസ്സസ് പണ്ട് മുതലേ കഴിഞ്ഞ വർഷത്തൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം എൻ്റെ ക്ലാസ്. നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. ജീവൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെല്ലാണ് ഇല്ലേ. ഘടനാപരമായിട്ടാണെങ്കിലും അതിൻ്റെ ഫങ്ഷൻ നോക്കിയാലും എല്ലാം അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്, സെല്ല്. ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഒരു ഭിത്തി കട്ടകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്, ബ്രിക്സ് കൊണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിക് യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ പറയുമ്പോൾ എന്താ പറയുന്നത്, ബ്രിക്കാണ്, കട്ടയാണ്. കാരണം കട്ടകൾ ചേർത്തിട്ട് ആ ഭിത്തി, അത് ചേർത്തിട്ട് റൂമുകൾ ചേർത്തിട്ടാണ് ബിൽഡിംഗ് ഉണ്ടാകുന്നത്. അതുപോലെ ഒരു ജീവനുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, സെല്ലുകൾ കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ഉറുമ്പിൻ്റെ ശരീരത്തിൽ നിങ്ങൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പറയുന്നു ലക്ഷക്കണക്കിന് സെല്ലുകളാണുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് സെല്ലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഈ സെല്ലിലെല്ലാം ഇപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. മെനി മോളിക്യൂൾസ് ആർ റിക്വയർഡ് ഫോർ ദ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫങ്ഷൻ. നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ സെല്ല് നല്ലതായിട്ട്, സെല്ലിൻ്റെ സ്ട്രക്ചർ അത് നല്ല രീതിയിൽ അത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഒരുപാട് മോളിക്യൂൾസ് ആവശ്യമാണ്. അപ്പോൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്താണ്, സെല്ലുകളാണ്. ഈ സെല്ലിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം, ഒരുപാട് മോളിക്യൂൾസ് വേണം. ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഒരുപാട് എലമെൻറ്റുകൾ ചേർന്നിട്ടാണ് മോളിക്യൂൾസുകൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ആറ്റങ്ങൾ ചേർന്നിട്ടാണ് മോളിക്യൂൾസുകൾ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് സെല്ലുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങിയ എലമെൻറ്റുകൾ ചേർന്നിട്ട് കുറേ മോളിക്യൂൾസ് ഉണ്ടായിട്ടുണ്ട്. ആ മോളിക്യൂൾസിനെ നമ്മൾ എന്തെന്ന് പറയും, ബയോ മോളിക്യൂൾസ് എന്ന് പറയും. എന്ത് പറയും, ബയോ മോളിക്യൂൾസ്. അപ്പോൾ ഈ ബയോ മോളിക്യൂൾസുകളാണ് സെല്ലിൻ്റെ എല്ലാ ഫങ്ഷനും പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ റിയാക്ഷൻസ് നടക്കണം. ആ റിയാക്ഷൻസിന് എന്ത് വേണം, ഈ പറഞ്ഞ ബയോ മോളിക്യൂൾസ് വേണം. അപ്പോൾ ഏതൊക്കെയാണ് ബയോ മോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്, ഇതൊക്കെയാണ് ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോ മോളിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, മോളിക്യൂൾസ് എന്താ, തീർച്ചയായിട്ടും ആറ്റങ്ങൾ കൊണ്ട്. ഏതൊക്കെ എലമെൻറ്റിൻ്റെ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങിയ എലമെൻറ്റിൻ്റെ മോളിക്യൂൾസ് ചേർന്നിട്ടാണ് ബയോ മോളിക്യൂൾസ് ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണ് ബയോ മോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്,
മക്കളെ ഈ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനും. നമ്മൾ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജന് പല റേഷ്യോയിൽ ചേരുമ്പോൾ പല പല മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾസ് എന്തൊക്കെ വരാം? ഗ്ലൂക്കോസ് വരാം, ഫ്രക്ടോസ് വരാം, സൂക്രോസ് വരാം, സ്റ്റാർച്ച് വരാം, സെല്ലുലോസ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്? ബയോമോളിക്യൂൾ. എന്താണ്? ബയോമോളിക്യൂൾ. Carbohydrate, protein, lipid and nucleic acids are the basic building blocks of life. These are known as biomolecules. പിന്നെ ബയോളജിയുടെ നോട്ടുകൾ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്താ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബയോമോളിക്യൂൾസിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ബയോമോളിക്യൂൾസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെൻറ്റൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ എന്താണോ എന്തോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ടൊന്ന് മാർക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതൊന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് ഒന്ന് വായിക്കാം കേട്ടോ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെയാണ്. ഇനിയും ലിപ്പിഡും എന്താണ്? ബയോമോളിക്യൂളാണ് അല്ലേ? ശ്രദ്ധിക്കണേ. പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്ന സ്പീഡാണോ അതോ കുഴപ്പമില്ല ഇങ്ങനെ മതി എന്നൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റിലൊന്ന് പറഞ്ഞേക്കണേ കേട്ടോ. അപ്പോൾ ലിപ്പിഡ്സ് എന്താണ്? ഫാറ്റും ഓയിൽസും ഒക്കെ എന്ത് ഗണത്തിൽ വരുന്നതാ? ലിപ്പിഡ്സിൻ്റെ കൂട്ടത്തിൽ വരുന്നതാ. പ്രോട്ടീൻസ് എന്തൊക്കെയാണ്? എൻസൈംസുകൾ, ഹോർമോൺസുകൾ, ആൻറ്റിബോഡീസ്, ഇവരൊക്കെ എന്താ? നമ്മുടെ പ്രോട്ടീൻസിൻ്റെ ഗണത്തിലാണ് വരുന്നത്. ഇനി ന്യൂക്ലിക് ആസിഡ് എന്താണ്? ബയോമോളിക്യൂളാണ്. നമ്മൾ പറഞ്ഞു സെല്ലിൻ്റെ സ്ട്രക്ചറിനും ആവശ്യമുണ്ട്, സെല്ലിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം? ബയോമോളിക്യൂൾസ് വേണം. അപ്പോൾ ന്യൂക്ലിക് ആസിഡിനകത്ത് വരുന്നതാണ് DNA-യും RNA-യും ഒക്കെ കേട്ടോ. അപ്പം ഈ പറഞ്ഞതൊക്കെ എന്താണ്? ബയോമോളിക്യൂൾസാണ്. ഈ ബയോമോളിക്യൂൾസും പിന്നെ കുറേ ഫാക്ടേഴ്സും കൂടി എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഇപ്പോൾ ബയോമോളിക്യൂൾസ് മാത്രം പോരാ, വീണ്ടും കുറേ ഫാക്ടേഴ്സ് വേണം. ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഓർഗാനിസത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും കൂടി മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാബോളിസം. എന്താണ്? ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ടുഗദർ ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഓർഗാനിസംസ് ആർ കോൾഡ് മെറ്റാബോളിസം. ശ്രദ്ധിച്ചേ മക്കളെ, നമ്മൾ ആദ്യം എന്താ പറഞ്ഞേ? ഒരു ജീവിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്ന സെല്ലാണ്. സെല്ലുകളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനും സെല്ലിൻ്റെ സ്ട്രക്ചറിനും എന്ത് വേണം? ബയോമോളിക്യൂൾസും വേണം, വേറെ കുറേ ഫാക്ടേഴ്സും വേണം. ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കുറേ എലമെൻറ്റിൻ്റെ മോളിക്യൂൾസ് ചേർന്നിട്ടുണ്ടാവുന്നതാണ് ബയോമോളിക്യൂൾസ്. ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, ഇതെല്ലാം എന്താണ്? ബയോമോളിക്യൂളുകളാണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം ചേർന്ന് പിന്നെ കുറേ കെമിക്കൽ ഫാക്ടേഴ്സും എല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഇങ്ങനെ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് എന്തെന്ന് പറയുന്നത്? മെറ്റാബോളിസം. അപ്പോൾ ഈ മെറ്റാബോളിസം എന്ന് പറയുന്നത് ബയോമോളിക്യൂൾസുകൾ ചേർന്ന് പുതിയ മോളിക്യൂൾസ് ഉണ്ടാവുന്നതാകാം. അതല്ലെങ്കിലോ ചില ബയോമോളിക്യൂൾസ് എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്ത് മാറുന്നതും ആകാം. ശ്രദ്ധിക്കണേ. നമ്മൾ മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീവിയിലുള്ള മുഴുവൻ റിയാക്ഷനെയും കൂടി എന്താ മക്കളെ പറഞ്ഞത്? മെറ്റാബോളിസം കേട്ടോ. അപ്പോൾ ഈ മെറ്റാബോളിസം തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? അനാബോളിസവും കാറ്റബോളിസവും. എന്താണ്? അനാബോളിസവും കാറ്റബോളിസവും. ഈ അനാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ചില ബയോമോളിക്യൂൾസുകൾ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനാബോളിസം എന്ന് പറയുന്നത്. അവിടെ പുതിയ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, നശിപ്പിക്കുകയല്ല. അടുത്തത് കാറ്റബോളിസം എന്ന് പറയുമ്പോൾ എന്താ? എന്തെങ്കിലുമൊക്കെ സാധനത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? കാറ്റബോളിസം കേട്ടോ. കാറ്റബോളിസം ഇസ് എ പ്രോസസ് വിച്ച് ബ്രേക്സ് ഡൗൺ മോളിക്യൂൾസ്. മനസ്സിലായോ? അപ്പോൾ ഈ മെറ്റാബോളിസം നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത അനാബോളിസവും കാറ്റബോളിസവും. അപ്പോഴേ ഞാൻ എന്ത് പറയട്ടെ? ഒരു ഉദാഹരണം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് പതിപ്പിച്ചേ. എന്തോ പതിപ്പിക്കുന്നത്? അനാബോളിസം. നിങ്ങൾക്കറിയാം പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കും. എങ്ങനെയാണ് മക്കളെ നടക്കുന്നത്? വേര് വലിച്ചെടുക്കുന്ന റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും പിന്നെ നമ്മുടെ ലീഫിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡൊക്കെ അബ്സോർബ് ചെയ്ത് ക്ലോറോപ്ലാസ്റ്റിനൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യും? അവർ ഗ്ലൂക്കോസിനെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പ്ലാന്റ്സിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് അനാബോളിസത്തിന് എക്സാമ്പിൾ അല്ലേ?
കാര്യം എന്താ, അവിടെ ഒരു മോളിക്യൂൾ ഉണ്ടാവുകയാണ് ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്തിട്ട്, ഇല്ലേ? അപ്പോൾ അവിടെ ഗ്ലൂക്കോസിനെ നിർമ്മിക്കുകയാണ്. എന്നാൽ ഈ പ്രോട്ടീൻസിനെ അമിനോ ആസിഡുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ് കാറ്റബോളിസമാണ്. അമിനോ ആസിഡുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും എന്തിനെ? പ്രോട്ടീനുകളെ. അതെന്ന് പറയുന്നത് എന്താണ്? കാറ്റബോളിസമാണ്. അപ്പോൾ ഇത് ഓരോന്നിനും എക്സാമ്പിൾ ഇതെന്താണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പിന്നെ എന്താണ് ബയോമോളിക്യൂൾസ്? പിന്നെ ഇവിടെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറിയാം, സയൻസിന് ഒരു മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അതിനകത്ത് പല രീതിയിൽ ചോദിക്കും. എന്തുവാ? ആദ്യ ജോഡിയുടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ച്, ഫസ്റ്റ് പെയറിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചിട്ട് ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാമത്തെ റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് എഴുതാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രക്ടോസ് കാർബോഹൈഡ്രേറ്റ് എന്ന് തരും, എന്നിട്ട് ചോദിക്കും ഹോർമോൺസ് ഡാഷ് എന്ന്. അപ്പോൾ എന്ത് കൊടുക്കും? അപ്പം ഫ്രക്ടോസ് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ച് വെക്കണം എന്തുവാ? ഹോർമോൺസും എൻസൈമുകളും ആൻറ്റിബോഡീസും. ഞാൻ ആൻറ്റിബോഡീസ് പറഞ്ഞില്ല എന്ന് തോന്നുന്നു, പ്രോട്ടീൻസ് പറഞ്ഞപ്പോൾ അല്ലേ? അപ്പോൾ എൻസൈമും ഹോർമോൺസും ആൻറ്റിബോഡീസും എന്താണ്? പ്രോട്ടീൻ്റെ ഗണത്തിൽ വരുന്നതാണ്. അപ്പോൾ ഫ്രക്ടോസ് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഹോർമോൺ എന്താ? ഡാഷ് ഇടുമ്പോൾ നമ്മൾ എന്തോ എഴുതോടെ? പ്രോട്ടീൻസ് എന്ന് എഴുതും. അല്ല, അതിന് വരെ എൻസൈം വന്നാലും നമ്മൾ എന്തെന്ന് എഴുതണം? പ്രോട്ടീൻസ് എന്ന് എഴുതണം. ചിലപ്പോൾ നിങ്ങൾക്ക് സെല്ലുലോസ് കാർബോഹൈഡ്രേറ്റ്, അടുത്തത് RNA ഡാഷ്, എന്തുവാ? ന്യൂക്ലിക് ആസിഡ്. ചിലപ്പോൾ ഇവന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? 4 വേർഡ് തന്നിട്ട് 3 എണ്ണത്തിനും ഒരു സ്വഭാവമായിരിക്കും. അപ്പോൾ ഒരെണ്ണം ഓഡ് വൺ ഏതാണ്? റീസണും ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഓഡ് വൺ മാത്രം എഴുതിയാൽ 1 മാർക്ക് കിട്ടത്തില്ല. അതിൻ്റെ റീസണും കൂടെ എഴുതിയാലേ ആ 1 മാർക്ക് നമ്മൾ കിട്ടും. അപ്പോൾ പിന്നെ 1 മാർക്ക് അതങ്ങ് പോകണമെങ്കിൽ പോട്ടെന്ന്. ഇങ്ങനെ കുറേ ഒന്നുകൾ ചേരുന്നതാണ് നമുക്ക് ജയിക്കാനുള്ള മാർഗം, പിന്നെ പല മാർക്കുകൾ കേട്ടോ. അപ്പോൾ ഒന്നിനെ നിസ്സാരമായിട്ട് കാണല്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നേ എന്താ? ഓഡ് വണ്ണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ചിലപ്പം നിങ്ങളോട് ചോദിക്കും ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആൻറ്റിബോഡി തരും. എന്നിട്ട് ചോദിക്കും ഓഡ് വൺ ഏതാ? അപ്പോൾ നിങ്ങൾക്കറിയാം എന്തുവാ? ഫ്രക്ടോസും സൂക്രോസും സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ എന്താ വരുന്നത്? കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഒരുത്തം വന്നതാരാ? അയാൾ. അപ്പം ഞാനിപ്പം പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ തന്നെ അങ്ങ് മറന്നുപോയി കേട്ടോ. ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധയൊന്നും മാറി കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന, നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുവാണേ. അപ്പം നമ്മൾ തമ്മിൽ കാണുന്നൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുക, പഠിക്കുക എന്നൊക്കെ അങ്ങ് വിശ്വസിച്ച് മുന്നോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓഡ് വണ്ണിൻ്റെ കാര്യമാണോ പറഞ്ഞത്? ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് 3 എണ്ണം തന്ന് അതിൻ്റെ കൂട്ടത്തിലൊരു ആൻറ്റിബോഡി തരുക. അപ്പം ആദ്യത്തെ 3 എണ്ണം കാർബോഹൈഡ്രേറ്റും ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് എന്താ? പ്രോട്ടീൻസുമാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചാലേ എക്സാമിന് എഴുതുമെന്ന് പറഞ്ഞാൽ മസിൽ പിടിച്ചിരുന്നാൽ ആ മസിൽ ആജീവനാന്ത കാലം നമ്മുടെ കൂടെ ഇരിക്കത്തേ ഉള്ളൂ, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈസി അല്ലേ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈസിയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഉറപ്പായിട്ടും പറ്റും. കുറേശ്ശെ പഠിക്കാൻ ശ്രമിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബയോമോളിക്യൂൾസ് പറഞ്ഞു, മെറ്റബോളിസം എന്താണെന്ന് പറഞ്ഞു, അനാബോളിസവും കാറ്റബോളിസവും എന്താണെന്ന് പറഞ്ഞു. ടെക്സ്റ്റിൽ ഒരു ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. മെറ്റബോളിസത്തിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം. അനാബോളിസവും കാറ്റബോളിസവുമാണ്. ഇനി അനാബോളിസത്തിൻ്റെ തൊട്ട് താഴെ ഡാഷ് ഇട്ടേക്കണം, അത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാറ്റബോളിസം കൊടുത്തിട്ടില്ല, പക്ഷേ അതിന് താഴെ കൊടുത്തിട്ടുണ്ട് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യുക. എന്തിനെങ്കിലും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ് എന്തുവാണെന്നാണ് നമ്മൾ പറഞ്ഞത്? കാറ്റബോളിസം. ഇനിയും അനാബോളിസത്തിനുള്ള എക്സാമ്പിൾ കൊടുത്തിട്ടില്ല, പക്ഷെ താഴെ പറയുന്നുണ്ട് പ്ലാന്റ്സ് സിന്തസിസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ പ്ലാന്റ്സ് ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണ് അവിടെ? ഫോട്ടോസിന്തസിസ് അല്ലേ, നമ്മൾ പറഞ്ഞു. ഇനിയും പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കി മാറ്റും? അമിനോ ആസിഡുകളാക്കി മാറ്റും. അത് എന്തിന് എക്സാമ്പിളാണ്? കാറ്റബോളിസത്തിന് എക്സാമ്പിളാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും മുഴുവനായിട്ട് നമ്മൾ എന്തെന്നാണ് പറഞ്ഞത്? മെറ്റബോളിസം എന്നാണ് പറഞ്ഞത്. ഈ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും സ്പീഡപ്പ് ചെയ്യാനും കുറച്ച് ആളുകളുണ്ട്. അവരെ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് എൻസൈംസ് ആൻഡ് ഹോർമോൺസ്. ബയോമോളിക്യൂൾസ് നമുക്കറിയാം, എൻസൈമും ഹോർമോൺസും ഒക്കെ എന്താണ്? ബയോമോളിക്യൂളാണ് ഇല്ലേ? പ്രോട്ടീൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാണേ. അടുത്ത പ്രാവശ്യം ബയോളജിയിൽ
നിങ്ങൾക്ക് ഹോർമോൺസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എനിക്കൊന്ന് ടെക്സ്റ്റ് മാറിയാലും ഏതെങ്കിലുമൊക്കെ ചാപ്റ്ററിൽ അത് കാണും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പാർട്ട് 2 നിങ്ങൾ തന്നെ അങ്ങ് പ്രതീക്ഷിച്ചോളൂ കേട്ടോ, എന്ത് ഹോർമോൺസ് പഠിക്കാമെന്ന്. എന്തായാലും നമുക്ക് പഠിക്കാം. Biomolecules such as enzymes and hormones are also formed inside the cell to regulate and help metabolism. മെറ്റബോളിസത്തെ ഹെൽപ്പ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഏതൊക്കെ ബയോമോളിക്യൂൾസ് ഉണ്ട്? എൻസൈമുകളും ഹോർമോൺസും കേട്ടോ. ഇതും നമ്മുടെ സെല്ലിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ എൻസൈം എന്താണ്, ഹോർമോൺസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം എൻസൈമിനെ പിടിച്ചോളൂ. Enzymes are molecules which help to speed up the countless chemical reactions that takes place in organisms every moment. ഓരോ നിമിഷവും നമ്മുടെ എന്നല്ല ഏത് ജീവികളിലായിക്കോട്ടെ അവിടെ നടക്കുന്ന എണ്ണാൻ പറ്റാത്ത കെമിക്കൽ റിയാക്ഷൻസാണ് നടക്കുന്നത്. അതിൻ്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന മോളിക്യൂൾസാണ്, സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന ബയോമോളിക്യൂൾസാണ് എന്ത്? എൻസൈം എന്ന് പറയുന്നത്. Enzymes are molecules which help to speed up the countless chemical reactions that takes place in organisms every moment. ഉണ്ടോ? നമ്മുടെ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടാൻ സഹായിക്കുന്നവരാണ് ആര്? എൻസൈമുകൾ. കൂടുതൽ എൻസൈമുകളും എന്താണ്? പ്രോട്ടീനുകളാണ് കേട്ടോ. ഇനിയും എൻസൈമിനുള്ള ഉദാഹരണങ്ങൾ ഓർത്തോളൂ. നമ്മൾക്കറിയാം ഡൈജഷൻ, നമ്മൾ കഴിക്കുന്ന ആഹാരം അതുപോലെ തന്നെ ബ്ലഡിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ വായിൽ നിന്ന് തന്നെ നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്ത് അവസാനം ബ്ലഡ് അബ്സോർബ് ചെയ്യുന്ന ലെവലിലോട്ട് എത്തും. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തും ഓരോരോ എൻസൈമുകളും കാര്യങ്ങളും കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ സലൈവയിൽ, ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള എൻസൈമാണ് എന്ത്? സലൈവറി അമിലേസ് കേട്ടോ. സലൈവയിൽ അടങ്ങിയിട്ടുള്ള എൻസൈം ഏതാണ്? സലൈവറി അമിലേസ്. ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള എൻസൈമാണ് എന്ത്? സലൈവറി അമിലേസ്. ഇനിയും ദഹനരസം, നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആഹാരത്തിന് ദഹിപ്പിക്കണമല്ലോ. നമ്മൾ കറക്റ്റ് സമയത്തൊക്കെ ആഹാരം കഴിക്കണം കേട്ടോ. നിങ്ങൾ യാതൊരു കാരണവശാലും രാവിലത്തെ ഫുഡ് മിസ്സാക്കരുത് കേട്ടോ മക്കളെ. രാവിലത്തെ ഭക്ഷണം ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ആസിഡിറ്റിയൊക്കെ ഉണ്ടായി അതൊക്കെ കൂടിക്കഴിയുവാണെങ്കിൽ ഭയങ്കര വേദനയും പ്രയാസമൊക്കെ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. രാവിലെ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അത് ശകലം കഴിച്ചിട്ടേ നിങ്ങൾ എത്രയൊക്കെ തിരക്കാണെന്ന് പറഞ്ഞാലും ഇറങ്ങാവുള്ളൂ. ഒന്നുമല്ല, ഒരു ചപ്പാത്തിയെങ്കിലും കൈ പിടിച്ചുകൊണ്ട് ഓടി കടിച്ച് പറിച്ച് നിന്നുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. മിക്ക കുഞ്ഞുങ്ങളും രാവിലത്തെ ഫുഡ് കഴിക്കാറില്ല, അസിഡിറ്റി ഉണ്ടാവും, അത് വലിയ കുഴപ്പമാട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ഉള്ളതാണ് എന്ത്? ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത്. എന്തിന്? ഡൈജഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് നമുക്ക് ഇനിയും എനിക്ക് തോന്നുന്നു അടുത്ത ടെക്സ്റ്റിലൊക്കെ ഉടനെ തന്നെ കാണും കേട്ടോ. ഓരോന്നിനെക്കുറിച്ചും ഡൈജഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം തന്നെ നമ്മൾ പഠിക്കും. ഇപ്പം എന്തായാലും പഠിച്ചേരെ. എന്താ? ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള എൻസൈമാണ് എന്ത്? പെപ്സിൻ. എന്താ? പെപ്സി അല്ല, പെപ്സിൻ കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞ്, സലൈവയ്ക്കകത്തുള്ള സലൈവറി അമിലേസ്, പെപ്സിൻ പ്രസൻറ്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇതെല്ലാം എന്തിനാണ്? എൻസൈമുകൾക്ക് ഉദാഹരണമാണ്. അടുത്തത് നമ്മൾ ഹോർമോൺസിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോർമോൺസ്. ഈ ടീനേജ് ആകുമ്പോഴത്തേക്ക് എന്തോ 13 to 19 എപ്പോഴും പറയും എന്താ, നിങ്ങൾക്ക് തെറ്റും ശരിയും പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ അങ്ങനെ പറ്റത്തില്ല. എടുത്തിയാട്ടം കൂടുതലായിരിക്കും. എന്തിനോട് നിങ്ങൾക്കൊരു ദേഷ്യവും വാശിയും ഒക്കെ എപ്പോഴും അങ്ങ് കൂടുതൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ഇച്ചിരി കലിയായിരിക്കും കൂടുതൽ, പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾ മോശമല്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു കാരണം നിങ്ങളല്ല, സത്യത്തിൽ നിങ്ങളുടെ ആ ഒരു സമയത്തുണ്ടാകുന്ന ഹോർമോൺസാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഹോർമോൺസ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്. ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. അതായത് നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ബയോമോളിക്യൂൾസ് ശ്രദ്ധിക്കണേ. ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്ലാൻഡുകളെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഗ്ലാൻഡ് തന്നെ ഡക്റ്റിലസ് ഗ്ലാൻഡുണ്ട്. ഇപ്പോൾ എൻഡോക്രൈൻ എന്ന് പറയുന്നത് എന്താ? ഈ അവയവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം കുഴലുകളൊന്നും സെപ്പറേറ്റ് ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യും? രക്തത്തിലൂടെയാണ് എല്ലായിടവും പാസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഡക്റ്റിലസ് ഗ്ലാൻഡുകളാണ് കേട്ടോ. അപ്പോൾ അതൊന്നും വേണ്ട. എൻഡോക്രൈൻ ഗ്ലാൻഡാണ് എന്ത് ചെയ്യുന്നത്? മിക്ക ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലാൻഡുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇപ്പം പാൻക്രിയാസിൻ്റെ
ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസുലിനെയും ഗ്ലൂക്കോഗോണിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അവരും ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. മെലാറ്റോണിൻ. പിന്നെ ഇപ്പോൾ സെക്സ് ഓർഗൻസൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എന്തുണ്ട്, ഓരോ ഇപ്പോൾ മെയിലിലും ഫീമെയിലും ഉള്ള ഹോർമോൺസ് ഡിഫറെൻ്റ് ആണ്. ടെസ്റ്റോസ്റ്റിറോൺ മെയിലിൽ, പിന്നെ ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ദി ഫങ്ഷൻ ഓഫ് സെക്സ് ഓർഗൻസ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഹോർമോൺസ് എല്ലാം നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സിനെ എന്ത് ചെയ്യും, റെഗുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരിലും ഓരോരോ കുഴപ്പങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പോകുന്നതുകൊണ്ടാണ് ഒരു മനുഷ്യൻ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബയോമോളിക്യൂൾസ് പറഞ്ഞു ഇല്ലേ മക്കളെ, പിന്നെ നമ്മൾ മെറ്റാബോളിസം പറഞ്ഞു, അതിനെ ക്ലാസിഫൈ ചെയ്തു, അനാബോളിസവും കാറ്റബോളിസം എന്നും കെറ്റാബോളിസം എന്നും, അതിനുള്ള എക്സാമ്പിൾസും കാര്യങ്ങളും പറഞ്ഞു. പിന്നെ എൻസൈം എന്താണ്, ഹോർമോൺസ് എന്താണ് എന്നുള്ളത് കുറച്ചുകൂടി പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കണം. അപ്പോൾ ഈ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സെല്ലിനുള്ളിൽ തന്നെ നിർമ്മിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ എൻസൈമും ഹോർമോൺസും എല്ലാം. അപ്പോൾ പക്ഷേ ഈ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെല്ലിനുള്ളിൽ മാത്രമല്ല, എന്ത് വേണം, പുറത്തുനിന്നും കൂടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളിലോട്ട് വരണം. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു എക്സാമ്പിളോ കാര്യങ്ങളോ നിങ്ങളുടെ മനസ്സിൽ വരുന്നു? അപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസ് തന്നെ പറഞ്ഞു. ഫോട്ടോസിന്തസിസിന് നമ്മൾ പറഞ്ഞു റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യും, വരുന്നു എന്ന് പറയും. അപ്പോൾ സെല്ലിലൂടെ താഴ്ന്ന് സൈലോ ഫ്ലോയൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾസ് മുകളിലോട്ട് പോകുന്ന ഇത് മാത്രം പോരാലോ, എന്ത് വേണം, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്ന, ഓക്സിജനെ പുറത്ത് വിടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ആവശ്യമുള്ള ഗ്യാസസ് എന്ത് വേണം, അത് പുറത്തുനിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്കായാലും എന്താ, ന്യൂട്രിയൻസും വേണം, അതേപോലെ തന്നെ ഓക്സിജനും എന്ത് ചെയ്യണം, പുറത്തുനിന്ന് വേണം. ബാക്കിയുള്ള സാധനം സെല്ലിനകത്ത് തന്നെ നിർമ്മിക്കുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കൂടി വേണം, ഈ പറയുന്ന ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ വേണം. അപ്പോൾ അതെങ്ങനെയാണ് ഓരോ ജീവികളിലും ഈ വെളിയിനകത്തോട്ട് സാധനങ്ങളൊക്കെ വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ അടുത്തത് പഠിക്കുന്നത്. ഈ പറഞ്ഞ കാര്യം കേട്ടോ അടുത്തത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. You have understood that certain factors necessary for metabolism in living organisms are synthesis inside the cell. Many other factors required for metabolism are obtained from their external environment. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും എന്ത് വേണം, ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ മെറ്റബോളിസം പ്രോപ്പറായിട്ട് പോവുകയുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ന്യൂട്രിയൻസ് ആണെങ്കിലും ഒക്കെ വെളിയിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടതാണ്. പ്ലാന്റ്സിൻ്റെയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ഓർഗാനിസത്തിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം അമീബയുടെ കേസിൽ എങ്ങനെയാണ്, ആനിമൽസിൻ്റെ കേസിൽ എങ്ങനെയാണ്, പ്ലാന്റ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് സബ്സ്റ്റൻസ് ഉള്ളിലേക്ക് വരുന്നത്, സെല്ലിനുള്ളിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ അമീബയുടെ കേസിൽ സിമ്പിളാണ്. നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ കുറിച്ച് 5ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് അല്ലേ. യൂണിസെല്ലുലാർ ഓർഗാനിസവും മൾട്ടി സെല്ലുലാർ ഓർഗാനിസവും തമ്മിലുള്ള ഡിഫറൻസ് 6ാം ക്ലാസ് ആകുമ്പോൾ പഠിക്കും. അതൊക്കെ പോട്ടെ. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിൽ കൂടുതൽ സെല്ലുകളുണ്ട്. അപ്പോൾ അമീബ, പാരമീസിയം, യൂഗ്ലീന ഇവരൊക്കെ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ അമീബയുടെ കേസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, ഇവരുടെ ബോഡിയിലെ സെൽ മെംബ്രെയിൻ വഴി എന്ത് ചെയ്യും, ഡയറക്റ്റ് സൈറ്റോപ്ലാസത്തിലേക്ക് അങ്ങ് വന്നോളും. ഇപ്പോൾ അമീബയുടെ കേസിൽ ഇപ്പോൾ അതിൻ്റെ ബോഡി ആ ഒരു സെല്ലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെ നിന്നാണോ അതിന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് എന്ത് സാധനവും ഇൻസൈഡിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു പോർഷൻ ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യും, ആ പോർഷൻ ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് സൈറ്റോപ്ലാസം വഴി ഉള്ളിലേക്ക് അങ്ങ് പോകും. അതിന് മുന്നേ ഞാൻ കാര്യം പറയട്ടെ. നമ്മുടെ സെല്ല് എന്ന് പറയുമ്പോൾ സെല്ലിനൊരു സെൻറ്റർ ഉണ്ട്, എന്ത്, ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ടല്ലോ നമ്മുടെ സെല്ലിൽ. ഈ സെൽ ഓർഗനൽസ് എല്ലാം എവിടെ കാണപ്പെടുന്നത്, സൈറ്റോപ്ലാസത്തിൽ ഇല്ലേ. ഈ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞത്, പ്രോട്ടോപ്ലാസം. ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതൊക്കെ പഠിച്ചാൽ ഓക്കെ. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ എന്ത് ചെയ്യും, സെൽ മെംബ്രെയിൻ വഴി ഡയറക്റ്റ് എന്ത് ചെയ്യും, സൈറ്റോപ്ലാസം വഴി ഉള്ളിലോട്ടങ്ങ് പോയിക്കോളും, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇനി ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ സബ്സ്റ്റൻസ് റിസീവ്ഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അണ്ടർഗോ
certain changes and reach the extracellular fluid. അതായത് മറ്റുള്ള ജീവികളുടെ കാര്യത്തിലാണെങ്കിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും സ്വീകരിക്കുന്ന വസ്തുക്കൾക്ക് ചില ചേഞ്ചസ് വന്നതിന് ശേഷം ഇത് എന്ത് ചെയ്യും, എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലേക്കാണ് ഇത് പോകുന്നത്. അതായത് സെല്ലുകൾക്കിടയിലുള്ള ഫ്ലൂയിഡിലേക്ക് എന്ത് ചെയ്യും, ഈ വരുന്ന സബ്സ്റ്റൻസ് വരും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, സൈറ്റോപ്ലാസത്തിലൂടെ സെൽ മെംബ്രെയിനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സെല്ലിനിടയ്ക്കുള്ള ആ ഒരു ബ്ലൂ കളറുള്ള സ്പേസ് കണ്ടോ, അതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അപ്പോൾ ആദ്യം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എവിടെ ആദ്യം വരുന്നത്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അത് സൈറ്റോപ്ലാസത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അടുത്തത് പ്ലാന്റ്സിൻ്റെ കേസിലാണ് കേട്ടോ. പ്ലാന്റ്സിൻ്റെ കേസിൽ പല രീതിയിൽ എന്ത് ചെയ്യും, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള സബ്സ്റ്റൻസ് സൈറ്റോപ്ലാസത്തിലേക്ക് വരും. ഒന്ന്, ത്രൂ ദി സെൽ വാൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. ഒന്ന് എന്ത് ചെയ്യും, നമുക്കറിയാം ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്താണ്, പ്ലാന്റ് സെല്ലിന് സെൽ വോള്, കട്ടിയുള്ള സെൽ വോളുണ്ട്. അപ്പോൾ പ്ലാന്റ്സിൽ ഒന്നുകിൽ എന്ത് ചെയ്യും, ഈ സെൽ വോൾ വഴി അകത്ത് വരുന്നത് എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴും, പിന്നീട് എന്ത് ചെയ്യും, സൈറ്റോപ്ലാസത്തിലൂടെ സെല്ലിലേക്ക് പോകും കേട്ടോ. കോശഭിത്തിയിലൂടെ കടന്ന് സെല്ലുകൾക്കിടയിലുള്ള സ്ഥലത്തൂടെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലൂടെ ഉള്ളിലേക്ക് വരും. ഇനി അതല്ലെങ്കിലോ, ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ് പ്ലാസ്മോഡെസ്മേറ്റ ദാറ്റ് കണക്ട് അഡ്ജസൻറ്റ് സെല്ല്. എന്തുവാ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്, അടുത്തടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൈറ്റോപ്ലാസ്മിക് കണക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലാസ്മോഡെസ്മേറ്റ കേട്ടോ. ഈ പ്ലാസ്മോഡെസ്മേറ്റ വഴിയാണ് എന്ത് ചെയ്യുന്നത്, തൊട്ടടുത്ത കോശങ്ങളെ അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സബ്സ്റ്റൻസ് പാസ് ചെയ്യുന്നത് കേട്ടോ, പ്ലാസ്മോഡെസ്മേറ്റ വഴി. ഓക്കെ, ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ്, അതായത് തൊട്ടടുത്ത സെല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്ന ഒരു പാതയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒന്നുകിൽ പ്ലാന്റ്സിൽ സബ്സ്റ്റൻസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് സ്വീകരിക്കുന്നത്, അതല്ലെങ്കിലോ ഒരു സെല്ലിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിലേക്ക് പ്ലാസ്മ മെംബ്രെയിൻ വഴിയും എന്ത് ചെയ്യും, വസ്തുക്കൾ പാസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സെല്ലിൽ തന്നെ ഉണ്ട്. അത് മാത്രം പോരാ, വെളിയിൽ നിന്നുള്ള ഫാക്ടേഴ്സ് എങ്ങനെയാണ് അകത്തേക്ക് വരുന്നത് എന്നുള്ളത് പറഞ്ഞു. യൂണിസെല്ലുലാറിൻ്റെ കേസിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആനിമൽസിൻ്റെ കേസിലാണെങ്കിലും വെളിയിൽ നിന്ന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്നത് ചില കെമിക്കൽ ചേഞ്ചസിനൊക്കെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് ഫ്ലൂയിഡിൽ കിടക്കും. അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യും, സൈറ്റോപ്ലാസം വഴി സെല്ലിലേക്ക് പോകും. പ്ലാന്റ്സിലാണെങ്കിൽ 3 രീതിയിലുണ്ട്. ഒന്നുകിൽ സെൽ വോൾ വഴി വരും, എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്, പിന്നെ ഉള്ളിലേക്ക്. അതല്ലെങ്കിലോ സൈറ്റോപ്ലാസ്മിക് കണക്ഷനായിട്ടുള്ള പ്ലാസ്മോഡെസ്മേറ്റ വഴി അതെന്ത് ചെയ്യും, തൊട്ടടുത്തടുത്ത സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സൈറ്റോപ്ലാസ്മിക് കണക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. തൊട്ടടുത്തടുത്തുള്ള അഡ്ജസൻറ്റ് സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സൈറ്റോപ്ലാസ്മിക് കണക്ഷനാണ് എന്ത്, പ്ലാസ്മോഡെസ്മേറ്റ. അപ്പോൾ അതുവഴിയാകാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് പ്ലാസ്മ മെംബ്രെയിൻ വഴിയും എന്ത് ചെയ്യും, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള സബ്സ്റ്റൻസ് പാസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്പീഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. ക്ലാസ് മനസ്സിലാവാത്തവർ ടെക്സ്റ്റ് ഒരു പ്രാവശ്യം ക്ലാസ് കേട്ട് ടെക്സ്റ്റ് വായിച്ചിട്ട് ഒന്നും കൂടി ക്ലാസ് കേട്ട് നോക്കാനേ ഞാൻ പറയൂ. പിന്നെ എല്ലാം ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആരുടെയെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ കണ്ടിട്ട് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.